ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട്. 3:37 ആയിട്ടുണ്ട് ഈവനിങ്. അപ്പോൾ എൻ്റെ റൂം കുറച്ച് അപ്പുറത്താണ്. ഞാൻ കുറച്ചൊന്ന് മാറി നിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടിച്ചിട്ട് പോകാമെന്നുള്ള വിചാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ പോക്കുണ്ടാവില്ല. ഇനി കുറച്ച് തന്നെ ബ്ലോക്കൊക്കെ വരും, അപ്പോൾ പിന്നെ നിർത്താൻ എഴുതും, പിന്നെ പോകാൻ മൂടുണ്ടാവില്ല. അപ്പോൾ ഏതായാലും ഊബർ, യാത്രി, റാപ്പിഡൊക്കെ ഓണാക്കട്ടെ. ഓക്കെ, ഇന്നലത്തെ പോലെ തന്നെ എല്ലാം ഓണാക്കി ഇടുന്നുണ്ട്. ലൊക്കേഷൻ ഓണാക്കിയിട്ട് ഫസ്റ്റ് നമ്മൾ ഊബർ ഓൺ ആയിട്ടുണ്ട്. ഊബറിന് വല്ല അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓട്ടോമാറ്റിക് ചിലപ്പോൾ ആവൂല, അതാ പ്രശ്നം. ഇല്ല, അപ്ഡേഷനൊന്നും കാണിക്കുന്നില്ല. യാത്രി, റാപ്പിഡോ കാര്യങ്ങളൊക്കെ ഓണാക്കി ഇടുക. യാത്രി ഓണായി. ഇനി റാപ്പിഡോയില് ഒരു 5-6 ട്രിപ്പ് എനിക്ക് അടിച്ചിട്ടുള്ളൂ. ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. അടിച്ച ട്രിപ്പുകളൊക്കെ ഊബറിൽ ഓടുന്ന സമയത്താണ് അടിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി ട്രിപ്പ് അടിക്കട്ടെ. നമ്മളുടെ കാക്കനാട് വള്ളത്തോൾ ജംഗ്ഷനിലാണ് ഉള്ളത്. വള്ളത്തോൾ ജംഗ്ഷൻ. അപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, ചെറിയൊരു ട്രിപ്പ്. വാഴക്കാലക്ക് 122 എന്തോ. ഈ വില്ലയിൽ നിന്നാണ്, ഈ വില്ല എന്നാ പറഞ്ഞ സെക്യൂരിറ്റിക്കാരെ ഫസ്റ്റത്തെ. അപ്പോൾ ഇന്ന് ട്രിപ്പ് വളരെ കുറവാന്ന് തോന്നുന്നുണ്ട്. നമ്മളെ സുഹൃത്തൊക്കെ രാവിലെ ഇറങ്ങിയിട്ട് 1300 എന്തോ ആയിട്ടുള്ളൂ ഈ നേരം വരെ ആയിട്ട്. അതായത് നമുക്ക് കസ്റ്റമറൊന്ന് വിളിച്ചു നോക്കാം. ഈ വില്ലായിരിക്കും. കസ്റ്റമർ വരുന്നുണ്ട്, അപ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ട് കാണാൻ ബാക്കി. അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ കൈനീട്ട ട്രിപ്പ് ക്ലോസ് ആക്കി കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് അതിൽ കിട്ടിയത് 116 രൂപയാണ് നമുക്ക് കിട്ടിയത്. അതിൽ 9 മിനിറ്റ് 3.56 കിലോമീറ്ററാണ് നമ്മൾ ഓടിയത്. അതിൽ നമുക്ക് 116 രൂപ കിട്ടി. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് കിട്ടട്ടെ. കൈനീട്ട ട്രിപ്പ് ഏതായാലും കഴിഞ്ഞു. ഇന്നിപ്പോൾ പൊതുവെ എല്ലാവരും ട്രിപ്പ് കുറവാണെന്നാണ് പറയണത്. ഇവിടെയൊക്കെ ഫ്ലൈറ്റുകളുണ്ട്. ഭാഗ്യം പോലെ ട്രിപ്പുകൾ വരട്ടെ. അങ്ങനെ അടുത്ത ട്രിപ്പും അടിച്ചു ഗെയ്സ്. 317 രൂപയുടെ ട്രിപ്പാണ് സ്കൈലൈൻ്റെ ഫ്ലൈറ്റിൽ നിന്ന്. പക്ഷെ 17 കിലോമീറ്റർ ഉണ്ട്. ഇതാണ്ട് കാണുന്ന സ്കൈലൈൻ. എന്തായാലും ആളെ പിക്ക് ചെയ്യട്ടെ. ഇന്ദിരാനെ പിക്ക് ചെയ്തിട്ട് 17 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അപ്പുറം ഡ്രോപ്പ് ചെയ്യണം. ഇന്ദിരാനെ കാണാല്ലേ ഗെയ്സ്, വിളിച്ചു നോക്കാം നമുക്ക്. ഇന്ദിര മേഡം, ഫോൺ എടുക്കുന്നില്ലല്ലോ. ഹലോ, ഇവിടെ താഴെത്തിണ്ട്. ഊബർന്നാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ ആള് ലിഫ്റ്റിലാണ്. ലിഫ്റ്റ് കഴിഞ്ഞ് വരട്ടെ, നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നീണ്ട യാത്ര 17 കിലോമീറ്റർ. ചുറ്റൂര് പോകാൻ വലിയ മൂടൊന്നുമില്ല. പക്ഷെ എങ്കിലും എന്ത് ചെയ്യാൻ പറ്റും. 317 രൂപ. അപ്പം നമ്മളെ 112 പാടെ കൂട്ടിയാൽ 400 റുപ്യ ആവും. CNG പൈസ ആവും. CNG നമ്മൾ ഇന്നലെ ഫുൾ ടാങ്ക് അടിച്ചു വെച്ചിട്ടുണ്ട്. എത്ര ഫുൾ കട്ടുണ്ട്, 9 കട്ടുണ്ട്. 16 കിലോമീറ്റർ പോയിട്ടുള്ളൂ നമ്മൾ. ഓക്കെ, പെട്രോള് 2 കട്ടുണ്ട്. അപ്പോൾ ആള് വരുന്നുണ്ട്. അപ്പം ശരി. അങ്ങനെ ആ ട്രിപ്പും കഴിഞ്ഞ് ഇങ്ങനെ പോരായിരുന്നു. പിന്നെ നമ്മൾ ആസ്റ്റർ മൺസിറ്റിൻ്റെ അവിടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് തുടങ്ങാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നമുക്കൊരു മാച്ച് ട്രിപ്പ് അടിച്ചിരുന്നു 300 സംതിങ്ങിൻ്റെ. അത് കിട്ടിയില്ല. പിന്നെ ഒരു 100 സംതിങ്ങിൻ്റെ മാച്ച് ട്രിപ്പ് അടിച്ചു, അതും കിട്ടിയില്ല. പിന്നെ വണ്ടി സൈഡാക്കിയിട്ട് വീഡിയോ എടുക്കുന്ന ആ ഒരു ഘട്ടത്തിൽ നമുക്കൊരു ദീപികനെ അടിച്ചിട്ടുണ്ട്. ദീപിക, അത് ആസ്റ്റർ മൺസിറ്റിയിൽ നിന്നാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ആസ്റ്റർ മൺസിറ്റിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആസ്റ്റർ മൺസിറ്റി അത് എന്തോ കടവത്ത് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഡ്രോപ്പ് ഉള്ളത്. 300 സംതിങ്ങിൻ്റെ തന്നെ ക്യാഷ് ഉണ്ട്. എവിടെയാണ് കടവത്ത്, എവിടെ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അത് ഡ്രോപ്പ് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങളുമായിട്ട് കാണാം.
അങ്ങനെ നമ്മൾ ആസ്റ്റർമൻ സിറ്റിയുടെ കവാടത്തിലോട്ട് എത്തി. പിന്നെ കഴിഞ്ഞ കസ്റ്റമർ ഒരു ഫാമിലി ആയിരുന്നു, ഒരു മോനും അമ്മയും. അവന് ഇവിടെ ഷാർജയിലായിരുന്നു, അവൻ്റെ കണ്ണിൻ്റെ എന്തോ പ്രശ്നമായിട്ട് വന്നതാണ്. അങ്ങനെ കുറേ കഥകൾ. പിന്നെ ഇനിയിപ്പോൾ ഈ ട്രിപ്പ് ആരെന്നാവും, ഇത് ഡോക്ടറാണോ എന്താ അറിയില്ല. എന്തായാലും ആളവിടെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. ഹെഡ് കാണുന്നുണ്ടോ, ദീപിക, ആസ്റ്റർമൻ സിറ്റി. പിന്നെ നമ്മളെ വണ്ടിൻ്റെ വീൽ അലൈൻമെൻറ്റും ചെക്ക് ചെയ്യണം. ആക്സിഡൻ്റ് ആയതിനു ശേഷം ഒരു സുഖമില്ല വണ്ടി ഓട്ടാൻ. എന്തായാലും അത് എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കാണുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം, ക്ലിയർ ആക്കണം. ഓട്ടുമ്പോൾ ഒരു സുഖം കിട്ടണില്ല. എന്തായാലും നമ്മളെ പിക്കപ്പ് പോയിന്റ് എത്താനായിട്ടുണ്ട്. അവിടെയാണ് പിക്കപ്പ് പോയിന്റ്. ഇവിടുന്ന് ഇങ്ങനെ റൈറ്റ് തിരിഞ്ഞിട്ട് പിക്കപ്പ് പോയിന്റിലേക്ക്. അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മൾ കടവത്തെത്തി. കടവത്ത് പറയുന്നത് പറവൂരാണ്, ചെറായി ബീച്ചിൻ്റെ ഏകദേശം അടുത്തേക്ക് എത്തിക്കണം. നമ്മളിവിടെ 735 രൂപക്ക് ഓടി 3 ട്രിപ്പ്. ലാസ്റ്റത്തെ 2 ട്രിപ്പും 300 സംതിങ്ങിനാണ് നമുക്ക് കിട്ടിയത്. രണ്ടും 17 കിലോമീറ്ററോളം. അപ്പോൾ ഇനി ഏതായാലും ചായയൊക്കെ കുടിച്ചിട്ട് നീങ്ങാം. എവിടെയും വല്ല ചായക്കട എന്തെങ്കിലും കാണുകയാണെങ്കിൽ സൈഡാക്കിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ വല്ല ഇങ്ങനെ നീക്കി ആ ചെറായി പോണ അവിടെ നല്ലൊരു രസമുണ്ട്. 2 സൈഡിലും വെള്ളമൊക്കെ ആയിട്ട്. റാപ്പിഡോ അവിടുന്ന് മുതലേ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ ഒരു ട്രിപ്പ് അടിച്ചിട്ടില്ല റാപ്പിഡോയിൽ. ഈ പെട്രോളിൻ്റെ വാർണിംഗ് ലൈറ്റ് ഇടക്ക് കത്തും, ഇടയ്ക്ക് 2 പുള്ളിയാവും. എന്താ പ്രശ്നം എന്നാവും. വണ്ടി ആക്സിഡൻ്റ് ആയതിനു ശേഷം ഒരു സുഖമല്ല. സ്റ്റാരിങ്ങിനൊക്കെ ഒരു ടൈറ്റ്, ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ വരുന്നില്ല, റിട്ടേൺ വരുന്നില്ല, കുറവാണ്, ഒരു ടൈറ്റ്. ചേച്ചി ഇവിടെ എന്തെങ്കിലും ഫുഡ് കളഞ്ഞിക്കണോ? ചേച്ചി കയറിയപ്പോൾ മുതലേ വല്ല മാടാളും ചമക്കണ കാര്യം ഞം 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 എന്നാണ് ഇങ്ങനെ കഴിക്കുമായിരുന്നു. എന്താ തിന്നീനാവും. ഒരു ചായ കുടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെങ്കിൽ നമ്മൾ പോയ കടയിൽ ചായ ഇല്ല. പിന്നെ അവിടെ ഉള്ളത് മൊമോസ്, നൂഡിൽസ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. എന്നാൽ പിന്നെ ഒരു ക്രീമിയും മൊമോസും കഴിക്കാമെന്ന് വിചാരിച്ച് അതും കഴിച്ച് വീണ്ടും തിരിച്ച് വന്നു. ഇനി അടുത്ത ട്രിപ്പ് കിട്ടട്ടെ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ടൊരു അരമണിക്കൂറോളം ആയി. ഇനിയിപ്പോൾ ഒരു 10-15 മിനിറ്റ് കൂടി നിന്നിട്ട് വല്ല വണ്ടി എടുത്തിട്ട് പറവൂർ കവലയിലൂടെ കറങ്ങി കളിക്കാം. വണ്ടി അനങ്ങുമ്പോൾ പെട്ടെന്ന് ട്രിപ്പ് അടിക്കും. വെറുതെ അല്ല ട്രിപ്പ് അടിക്കുക. ഇത് എന്ത് പണ്ടാലാ? യു ആർ നൗ ഓഫ് ലൈൻ, മൂവ് ടു ആൻ ഏരിയ വിത്ത് ബെറ്റർ കവറേജ്. റേഞ്ചിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. 4G ആണ്, പക്ഷേങ്കിൽ ചെറിയ പ്രോബ്ലം. യൂട്യൂബ് ഒന്നും എടുത്തിട്ട് വരുന്നില്ല. അപ്പോൾ റേഞ്ച് ഇല്ലാത്ത പ്രശ്നം തോന്നുന്നുണ്ട്. എന്തായാലും വണ്ടി ഇവിടെ നിന്ന് എടുത്തിട്ട് മാറ്റി വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഇരുത്തം ഇവിടെ ഇരിക്കേണ്ടി വരും രാത്രി ആവോളം. നമ്മളിപ്പോൾ ചെറായി പോണ അവിടെ എത്തി. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം 2 ഭാഗത്തും വെള്ളങ്ങളായിട്ട്. പക്ഷേങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമല്ല, നമുക്ക് എന്തോ ഒരു ഫോൾട്ട് വന്നിട്ടുണ്ട്. റേഞ്ചൊക്കെ 5G ആയിട്ടുണ്ട്, പക്ഷേങ്കിൽ ഇത് ഓഫ്ലൈൻ ഇപ്പോൾ റെഡിയായി. ഇതുവരെ ആ ഒരു പ്രശ്നമാണ് കേട്ടോ. ഇപ്പോഴും ഇത് ഈ എമൗണ്ടൊക്കെ ഹൈഡായിട്ട് കിടക്കണം. അപ്പോൾ എന്തോ ഒരു ഫോൾട്ട് ഉണ്ട്. പക്ഷെ ഓഫ്ലൈൻ ആക്കിയിട്ട് ആവുന്നില്ല, എന്തോ എറർ ആവാണ് കേട്ടാ. അനബിൾ ടു റാപ്പിഡോ ഓഫ് ആവണില്ല, എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. 5Gൻ്റെ പ്രശ്നമല്ല ഇതുണ്ടോ, ഇത് എറർ ആവാണ്. അപ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ട്, നമ്മൾ പെട്ടു. അത് റെഡിയായി. മറ്റേ നമ്മളെ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓക്കെ ആയി. ഇപ്പോൾ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മതി, കാഴ്ചകൾ കണ്ടതൊക്കെ മതി. തിരിച്ചു പോട്ടെ, അങ്ങാടി പോട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ എടപ്പള്ളി ഭാഗത്തേക്ക് ആയിക്കൂടെ അങ്ങനെ പോവും. വെറുതെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ പരിപാടി നിർത്തി. സമയം ഇവിടെ 8:52, 9 മണിയായി. പിന്നെ ഒരു ട്രിപ്പ് പോലും അടിച്ചില്ല. ഇപ്പം ഇങ്ങോട്ട് പോരാൻ നേരത്ത് നമ്മളെ ചേരാനെല്ലൂരൊക്കെ ഫുള്ള് ബ്ലോക്ക്. കളമശ്ശേരിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് ബ്ലോക്ക്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രിപ്പ് കുറച്ച് കഴിഞ്ഞപ്പോൾ ക്യാൻസൽ ആവുകയും ചെയ്തു, അത്ര ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട്. പിന്നെ ഞാൻ ഊബറിന് ഓഫ് ചെയ്ത്. ട്രിപ്പ് അടിക്കണേ ഇല്ല. എല്ലാവർക്കും വിളിച്ചു നോക്കി, അപ്പോൾ എല്ലാവരും തന്നെ അവസ്ഥ, ട്രിപ്പ് അടിക്കുന്നില്ല. പിന്നെ നമ്മളിന്ന് വൈകിട്ടല്ല ഇറങ്ങിയത്. 752 3 ട്രിപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ഇപ്പോൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കളമശ്ശേരിയാണ് ഇപ്പോൾ HMT. ഇനി നാളെ രാവിലെ ഇറങ്ങണമെന്നുണ്ട്. രാവിലെ ഒന്നല്ലെങ്കിൽ 4 മണി, 5 മണി, 6 മണി, എന്തായാലും നേരത്തെ ഇറങ്ങണം. 6 മണിൻ്റെ മുമ്പ് എന്തായാലും ഇറങ്ങും. നാളെ നമ്മളെന്തായാലും ഒരു 3000 സംതിങ് അടിക്കും. ഓക്കെ, അപ്പം നാളെ എന്തായാലും കാണാം. ഇന്നിപ്പോൾ 700 റുപ്യ കൊണ്ട് അൽഹംദുലില്ലാ എന്നും പറഞ്ഞിട്ട് പോവാം. CNG പൈസ ഇട്ടില്ലേ, അതിൻ്റെ വലിയ ഭാഗ്യം.
ഇനിയിപ്പോ ഓടാ 10 മണി ഒരു 11 മണിവരെയൊക്കെ വേണമെങ്കിൽ ഓടാ. ചിലപ്പോ ട്രിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ കരുതും നേരത്തെ പോയാൽ മതിയായിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ ഇനി ഒരു റിസ്ക് എടുക്കാൻ നിൽക്കണില്ല. ഇപ്പൊ നേരത്തെ പോയിട്ട് കിടന്നുറങ്ങിയാല് രാവിലെ ഇറങ്ങാലോ. അപ്പോ നാളെ കാണാം. ഓക്കെ.